ശിവായ. ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, എല്ലാ പേർക്കും മഹാദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാദേവനെ നന്നായി ഭജിക്കുന്നവർക്കും തിരിച്ചറിയുന്നവർക്കും മഹാദേവന്റെ ഊർജത്തെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ബന്ധപ്പാടുകളിൽ നിന്നും ബുദ്ധിയില്ലാത്ത ജീവിതയാത്രകളിൽ നിന്നുമൊക്കെയും മാറ്റിയെടുക്കപ്പെട്ടുകൊണ്ടും ഭഗവാൻ തരുന്ന വിശേഷ ബുദ്ധിയാൽ തന്നെ ഏവരും സസന്തോഷം വസിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എന്നാൽ പലർക്കും ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല. അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ചിലരുടെ വിചാരം ഗുരു ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളെല്ലാം മാറും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഗുരു ആദ്യ പ്രഭാഷണം മുതൽ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഒന്നിനെയും ആശ്രയിക്കരുത്. നിങ്ങൾ ഒന്നിനെയും ഒരുപാട് ആശ്രയിക്കാൻ പാടില്ല. കാരണം ഈ ഒരുപാട് ആശ്രയിക്കുന്നതിൽ കൂടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ വരികയും ചെയ്യും. എന്നാൽ ആശ്രയിക്കുന്നതിന് പകരം ഒരു വിശ്വാസം എന്നുള്ളത് നിങ്ങൾ കൂടെ കൂടണമെന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന് വിശ്വാസത്തിൽ കൂടിയുള്ള ജീവിതം. വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ കൂടി മാത്രം അടിയുറച്ചുകൊണ്ടും മറ്റൊന്നും ഒന്നുമല്ല എന്നും കരുതിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് വിശ്വാസത്തിൽ കൂടിയുള്ള ജീവിതം എന്ന് പറയുന്നത്. രണ്ട്, ജീവിതത്തിന് ചുറ്റുമുള്ള വിശ്വാസം. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതിൽ രണ്ടാമത്തേതാണ് ജീവിത വിജയം നൽകുന്നത്. അതായത് ഗുരു നേരത്തെ പറഞ്ഞു, വിശ്വാസം രണ്ടു തരമുണ്ട്. ഒന്ന് വിശ്വാസത്തിൽ കൂടി ഉള്ള ജീവിതം. അതായത് വിശ്വാസമാണ്, വേറെ ഒന്നുമില്ല. അത് കൂടിപ്പോയാൽ അന്ധമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ വിശ്വാസം വേണം. പക്ഷേ വിശ്വാസത്തിൽ കൂടി മാത്രമുള്ള ജീവിതം ആകരുത്. എന്നാൽ രണ്ടാമതൊരു കാര്യം ഗുരു പറഞ്ഞു, ജീവിതത്തിന് ചുറ്റുമുള്ള വിശ്വാസം. ഇതെങ്ങനെയാണ് ഗുരുവേ? ഇത് രണ്ടു തരമായി ഗുരു പറയുന്നത്. വിശ്വാസത്തിൽ നിങ്ങൾ ജീവിതത്തെ ഇട്ടുകൊടുത്താൽ എന്താ സംഭവിക്കുക? വിശ്വാസം അന്ധവിശ്വാസമായി മാറി ജീവിതം മുരടിച്ചു പോകും. മനസ്സിലായില്ലേ? അതായത് വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇട്ടുകൊടുക്കരുത്. കാരണം ഒരാൾ പറയുകയാണ്, ഇത് ഒഴുകുന്നൊരു നദിയാണ്, ഇതിനകത്ത് ആഴക്കുറവാണ്, അതുകൊണ്ട് തന്നെ അക്കരയ്ക്ക് നടന്നു പോകാനുള്ള ആഴമേ ഉള്ളൂ, നടന്നു പോകൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ആ നദിയുടെ ആഴത്തെക്കുറിച്ച് അറിയില്ല, ആ നദിയുടെ ഒഴുക്കിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ അവിശ്വസിക്കാം, ഒരാൾ പറയുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ നദിയിലേക്ക് ഇറങ്ങി ചാടുമ്പോൾ അതിന് ആഴ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ മുങ്ങിപ്പോകാം, ഒഴുക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോകുകയും ചെയ്യാം. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ രണ്ടും സംഭവിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് മറുകര കടക്കുവാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഒഴുകിപ്പോവുകയോ ചെയ്തെന്ന് വരാം. ഇനി രണ്ടാമതൊരു കാര്യം ഗുരു പറയുന്നത്, ജീവിതത്തിന് ചുറ്റുമുള്ള വിശ്വാസം. അതായത് ജീവിക്കുന്നുണ്ട്, ജീവിതത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ആ ജീവിതത്തിന്റെ ചുറ്റും നിങ്ങളൊരു വിശ്വാസത്തെ നിർത്തുന്നുണ്ട്. അതെന്ത് വിശ്വാസമാണ്? തന്റെ ജീവിതത്തില് തനിക്ക് തെറ്റുകളൊന്നും പറ്റാത്ത രീതിയിലും പ്രവർത്തിച്ചും ബുദ്ധിപൂർവം തന്നെ ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞും നടത്തുവാൻ ചുറ്റും ഭഗവാന്റെ ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരാൾ പറയുകയാണ്, ഈ നദിക്ക് ആഴമില്ല, ഈ നദിക്ക് നടന്ന അക്കരെ എത്താൻ പറ്റും എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പറയുന്നു, തിരിച്ചു നിങ്ങളൊന്ന് ചിന്തിക്കുന്നു. അവിടെ ജീവിതത്തിന് ചുറ്റും നിങ്ങൾക്കൊരു വിശ്വാസം നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചു ചിന്തിക്കുന്നു, ചിലപ്പോൾ നദിക്ക് ആഴം കാണാം, ഞാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ താഴ്ന്നു പോയെന്ന് വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ പ്രതിവിധികളെ കുറിച്ച് ചിന്തിക്കും. ഒരു കല്ലെടുത്ത വെള്ളത്തിലേക്ക് ഇടുന്നു, ആ വെള്ളത്തിൽ കല്ല് വീഴുന്ന ഒച്ച കേട്ടാൽ അതിന്റെ ആഴം അറിയാം. അല്ലെങ്കിൽ ഒരു വലിയ വടിയോ എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കുന്നു, അല്ലെങ്കിൽ ആ പറയുന്ന ആളോട് തന്നെ ഒന്നിറങ്ങി നടന്ന് കാണിച്ചു തരാൻ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉറപ്പിക്കുന്ന, തന്റെ ജീവിതത്തിനെ സേഫ് ആക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതാണ് ജീവിതത്തിന് ചുറ്റുമുള്ള വിശ്വാസം. അല്ലാതെ വിശ്വാസത്തിലേക്ക് ജീവിതത്തെ ഇട്ടുകൊടുക്കരുത്. ജീവിതത്തിന് ചുറ്റും ഒരു വിശ്വാസം ആണ് നമുക്ക് വേണ്ടത്.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങൾ ജോലി നന്നായി ചെയ്യുന്നു, നന്നായി ജീവിക്കുന്നു, ചുറ്റും ഭഗവാൻ ഉണ്ടെന്ന വിശ്വാസത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുന്നു. അങ്ങനെ അവിടെ ജീവിതം വിജയമാവുകയും അന്ധവിശ്വാസത്തിന് സ്ഥാനമില്ലാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സ്ഥിരമായി തുടരണമെന്ന് വിചാരിക്കെ, നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് അതിന് താല്പര്യമില്ലെന്നിരിക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യുന്ന ജോലിയിൽ അവർ തൃപ്തരല്ല എന്നിരിക്കെ, നിങ്ങളെ അവർ ജോലിയിൽ നിന്ന് മാറ്റി മറ്റൊരാളെ നിയമിക്കുവാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ തുടരണമെന്ന് നിൽക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിന്മേൽ ജീവിതത്തെ ഇട്ടുകൊടുത്തത് കൊണ്ടാണ്. എന്നാൽ ജീവിതത്തിന് ചുറ്റും നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തളർത്തുവാൻ കഴിയില്ല. നിങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയും, മറ്റൊരു തൊഴിൽ നിങ്ങൾക്ക് അന്വേഷിക്കുവാൻ കഴിയും. കാരണം നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ ഭഗവാനിലും നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇത് തന്നെയല്ലേ ഗുരു ആദ്യകാലം മുതൽ പറയുന്നത്, ഭഗവാനും നിങ്ങളും ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യം ഒന്നുകൂടി പറയേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിശ്വാസം രണ്ടു തരത്തിലാണുള്ളത്. ഒന്ന് വിശ്വാസത്തിൽ കൂടി, കാരണം ചില ആൾക്കാരുണ്ട്, എനിക്ക് അമിതമായൊരു വിശ്വാസമുണ്ട്, ഞാൻ ഇവിടെ നിന്നാലൊരു കുഴപ്പവും വരില്ല, ഞാൻ ഇങ്ങനെ പോയാൽ ഒരു കുഴപ്പവും വരില്ല. അതിന് ഭഗവാൻ ഒരു പങ്കുമില്ല മക്കളെ. നിങ്ങൾ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഭഗവാന് യാതൊരുവിധ പങ്കുമില്ല എന്ന് തന്നെയാണ് ഗുരു പറയുന്നത്. കാരണം നിങ്ങൾ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യുവാൻ കഴിയും? ഗുരു കഴിഞ്ഞ കാലം ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായല്ലോ, ഒരു മനുഷ്യൻ ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം മറ്റൊരാളുടെ അവസ്ഥ കണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭഗവാനോട് പറഞ്ഞപ്പോൾ അവിടെ അതിനൊരു വഴി തെളിഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ജീവിതത്തിന് ചുറ്റുമുള്ള വിശ്വാസത്തിലാണ് അയാൾ അവിടെ നിന്ന് പറഞ്ഞത്. അയാളുടെ ജീവിതത്തിന് ചുറ്റുമുള്ള ഒരു വിശ്വാസം. എന്നാൽ അയാൾ അന്ധമായി വിശ്വസിക്കുന്നില്ല. ജീവിതത്തെ വിശ്വാസത്തിലേക്ക് ഇട്ടുകൊടുത്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, ജീവിതം മുഴുവനും വിശ്വാസത്തിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അയാൾ ആകെ പരിതപിക്കും. അവിടെ മറ്റൊരു സഹായം ഉണ്ടാകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പിന്നെ മറ്റുള്ളവർ പറയുന്ന കേട്ട് ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തും. പക്ഷേ ഇയാളുടെ സ്വന്തം വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇയാൾക്ക് ഭഗവാനുള്ള വിശ്വാസത്തെ ജീവിതത്തിന് ചുറ്റും ഇട്ടുകൊണ്ട് നിന്ന് പറഞ്ഞപ്പോഴാണ് അത്തരത്തിലുള്ള കാര്യസാധ്യങ്ങൾ ഇവിടെ സംഭവിച്ചത് തന്നെ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജപിക്കുക മാത്രമേ അതിനൊരു വഴിയുള്ളൂ. എല്ലാവർക്കും മടുപ്പാണ്, എത്ര കാലം ജപിക്കും എന്നും പറഞ്ഞിരിക്കുകയാണ്. എത്ര കാലം വേണമെങ്കിലും ജപിക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എത്ര കാലം വേണമെങ്കിലും ജപിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ആരെങ്കിലും പറയുന്ന കാശും ഒക്കെ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും മന്ത്രവാദമൊക്കെ ചെയ്ത് ചരട് ജപമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വീട്ടിൽ കൊണ്ടിടുവാനോ കുഴിച്ചിടുവാനോ ഒക്കെ തരുമ്പോൾ നിങ്ങളുടെ പ്രശ്നം മാറും എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് നിൽക്കുക. ഇവിടെ നിന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്കൊക്കെ അവരുടേതായ അനുഭവങ്ങൾ ഉണ്ട്. പെട്ടെന്നൊന്നും മാറ്റിത്തരുവാൻ മാജിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നിന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുരുവിന് മറ്റൊരു കാര്യം കൂടി പറയുവാനുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു 20 വർഷത്തിന് മേലെ ആയെന്ന് തോന്നുന്നു ഈ മെന്റലിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ല, നേരത്തെ ഉണ്ട്. പക്ഷെ അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനെ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ പബ്ലിക്കാക്കി വരാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാൻ പറ്റും, ഇപ്പോൾ ഒത്തിരി സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെന്റലിസത്തിനെ കുറിച്ചുള്ള കുറെ കോഴ്സുകൾ ചെയ്തു തരുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇത് മറ്റ് ഇതര മതത്തിൽപ്പെട്ടവർ നേരത്തെ തന്നെ അഭ്യസിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാണ് അന്നത് എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് എടുത്തതിന്റെ ഫലമായിട്ട് അവർ നമ്മുടെ തലയോട്ടിയിലേക്ക്, ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് രക്തത്തെ കൊടുക്കുന്ന ഏതെങ്കിലും വെയിനിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബോധരഹിതരാക്കുകയും ഒരൊറ്റ സ്പർശനത്തിൽ തന്നെയാണ് നമ്മൾ വിചാരിക്കും നമ്മെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത്. അവർക്കറിയാം ഇന്ന സ്ഥാനത്ത് ഇന്നതുപോലെ പിടിച്ചാൽ, നമ്മുടെ പണ്ട് വൈദ്യർമാർ മർമാണി അവരൊക്കെ ചെയ്തിരുന്നത് തന്നെയാണ് അതൊക്കെ. അപ്പോൾ അത് അവർ ശക്തമായ ആ ഒരു ഒറ്റ സ്പർശനത്തിൽ കൂടെ അവിടെ ആ ഒരു നമ്മൾ തന്നെ നോക്കൂ, ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തെ നമ്മൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താൽ, അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുതിയെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താൽ അവിടെ ഉപകരണങ്ങൾ നിശ്ചലമാകുന്നു എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്നൊരു ബ്ലോക്ക് സംഭവിക്കുന്ന സമയത്ത്
നമ്മുടെ ഓർമ്മകളിൽ ഒരു മാറ്റം സംഭവിക്കുകയും അല്പസമയം ബോധരഹിതരാവുകയും ചെയ്യുന്നു. അത് വലിയ അപകടവും ഒക്കെയാണ്. അതുപോലെയാണ് മെന്റലിസം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ കണ്ണുകളിൽ നിന്നും അവന്റെ ചലനങ്ങളിൽ നിന്നും, എന്തിനേറെ പറയുന്നു, ഈ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ശരീരത്തിലെ രോമങ്ങൾക്ക് പോലും അതിന്റെ ഒരു ചലനമുണ്ടാകും. പക്ഷെ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇത് മെന്റലിസം നല്ല രീതിയിൽ അഭ്യസിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ മുന്നിൽ ഒരാൾ വന്നിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണുന്ന സമയം, എന്തെങ്കിലും കാര്യം മനസ്സിൽ വിചാരിക്കുക എന്ന് പറയുമ്പോൾ ആ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തന്നെ അയാളുടെ കണ്ണുകൾ, അയാളുടെ ചുണ്ടുകൾ, എന്തിനേറെ അയാളുടെ തലമുടി, കൈകളിലെ രോമങ്ങൾ എന്നിവയിൽ വരെ അതിൻ്റെതായ ഒരു ചലനങ്ങളുണ്ട്. ഇത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ അയാളുടെ ചുണ്ടുകളിൽ അതിൻ്റെതായ ചലനങ്ങളുണ്ട്. അത് തിരിച്ചറിയുവാൻ കഴിയും. മാത്രമല്ല, ഇതെല്ലാം പോകുന്നത് ഒരു തരംഗ രൂപത്തിലാണ് പോകുന്നത്. ഗുരു ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ ആ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ തന്നെ അത് ബ്രെയിനിൽ കിട്ടി, ബ്രെയിനിൽ നിന്ന് മനസ്സിലേക്ക് തന്ന്, മനസ്സിൽ നിന്ന് വീണ്ടും അത് നമ്മുടെ ചുണ്ടുകളിലേക്ക് തന്ന് അത് സംസാരിക്കുമ്പോൾ എത്ര വേഗത്തിലാണ് ആ ഒരു ഊർജം സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേഗതയെ മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രത്യേക ശക്തി അല്ലെങ്കിൽ പ്രത്യേക ദൈവത്തിന്റെ കഴിവോ അങ്ങനെ ഒന്നും അല്ല. ഗുരു ഇത് പറയുവാൻ കാര്യം, നമ്മുടെ കേരളത്തിലെ ഗുരുവിന് കിട്ടിയ ഒരു വിവരമനുസരിച്ച് നിങ്ങളുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ അന്ധമായ രീതിയിൽ ജ്യോതിഷത്തെയും ചില ലുടുക്കു വിദ്യകളിൽ കൂടി എന്തൊക്കെയോ ആണെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന കുറെ പേരുണ്ട്. എന്നാൽ ഇതിനിടയിൽ നല്ല ആൾക്കാരുമുണ്ട്. നല്ല ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഗുരു ഇത് പറയുന്നത്. അവരൊക്കെ മുന്നിട്ട് ഇറങ്ങിയാലേ, സത്യം പറഞ്ഞാൽ ഇന്ന് ജ്യോതിഷികൾ എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ പ്രവാചകരൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ കബഡി നിരത്താൻ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അറിയില്ല. അതിനു മുമ്പുള്ള ജപം എന്തെന്ന് കേട്ടാൽ അവർക്കറിയില്ല. ഓരോ ഗ്രഹത്തിന്റെയും മന്ത്രങ്ങൾ ചൊല്ലാൻ പറഞ്ഞാൽ അതുപോലും അറിയില്ല. കബഡി നിരത്തുമ്പോൾ വരുന്ന സംഖ്യകൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. എന്നാൽ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ തർക്കിച്ചും വിജയിച്ചും നിൽക്കുന്നവരുണ്ട്. അവരുടെ മുന്നിൽ പോയി വീണു കൊടുക്കുന്നവരുമുണ്ട്. അപ്പോൾ ഗുരു ഇത് പറയുന്നത്, അത്തരത്തിലുള്ള ചില ആൾക്കാർ രഹസ്യമായി മെന്റലിസം കോഴ്സുകൾ അഭ്യസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ മഹാദേവ പ്രചാരക സംഘത്തിന് കിട്ടിയ ഒരു വിവരമനുസരിച്ച് ഗുരു ഇത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നാളെ ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരാളിന്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ നിങ്ങളോട് മനസ്സിലൊരു പൂവിന്റെയോ ഒരു പക്ഷിയുടെയോ ഒരു കായയുടെയോ രൂപം വിചാരിക്കാൻ പറഞ്ഞിട്ട് ഇയാൾ അതുപോലെ അത് പറഞ്ഞിരിക്കും. നാളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളുടെ പേര് വിചാരിച്ചിട്ട് ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും, പിതൃദോഷമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഏത് ഭാഗത്ത് നിന്ന് പറയുമ്പോൾ മാതാവിന്റെ ഭാഗത്ത് നിന്ന് പിതൃദോഷമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതാണ് പറ്റിപ്പിന്റെ ആദ്യത്തെ തുടക്കം. ഒന്നുകിൽ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ഭാഗത്ത് നിന്ന് പിതൃദോഷമുണ്ട് എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയാൻ വരുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നത്, മാതാവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു പിതൃദോഷമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാതാവിന്റെ അച്ഛനാര്, മാതാവിന്റെ അമ്മയാര് എന്നതൊക്കെ കുറിച്ച് ചിന്തിക്കും. സ്വാഭാവികമായിട്ട് ഗുരു മെന്റലിസം പഠിച്ചൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ഗുരുവിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഗുരു പറയുന്നു, നിങ്ങൾക്ക് മാതാവിന്റെ ഭാഗത്ത് നിന്ന് പിതൃദോഷമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മാതാവിന്റെ അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ആരാണോ മരിച്ചുപോയ അവരുടെ പേരും അവരുടെ രൂപവുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ തെളിയും. ഈ മനസ്സിൽ തെളിയുന്ന സമയത്താണ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ നെറ്റി, നിങ്ങളുടെ കണ്ണ്, ഇതെല്ലാം ഇങ്ങനെ അതിന്റെ സിമ്പിൾസ് കൊടുക്കുന്നത്. ഉദാഹരണം, നിങ്ങളുടെ മാതാവിന്റെ അമ്മയുടെ പേര് ജാനകിയമ്മ എന്നാണെങ്കിൽ നിങ്ങൾ ജാനകിയമ്മ എന്ന പേര് ഓർക്കും. മെന്റലിസം പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പേര് സൂക്ഷ്മമായിട്ട് വായിച്ചെടുക്കുവാൻ കഴിയും. വായിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബുക്കിൽ എഴുതി കാണിക്കും, ജാനകിയമ്മ എന്ന് പറയുന്നത് ആരാ. കാരണം ജാനകിയമ്മ എന്നുള്ള ഒരു പേര് വായിച്ചെടുക്കാൻ പറ്റി, പക്ഷെ ജാനകിയമ്മ എന്ന് പറയുന്നത് ആരാണെന്ന് മനസ്സിലാക്കുവാൻ ഈ മെന്റലിസം പഠിച്ച ജ്യോതിഷിക്ക് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മോട് ചോദിക്കും, ജാനകിയമ്മ എന്ന് പറയുന്നത് ആരാ. അപ്പോൾ ഇരിക്കുന്ന ആള് പറയും, എന്റെ അമ്മയുടെ അമ്മയാണ്, മരിച്ചുപോയി, അവിടെ ഭാഗത്തു നിന്നാണ് ദോഷം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നാളെ അല്ലെങ്കിൽ വരുംകാലത്ത് വലിയ അത്ഭുതങ്ങൾ ചില ജ്യോതിഷികളുടെ ഭാഗത്തുനിന്ന് കേട്ടെന്നിരിക്കാം. അവർ നിങ്ങളെ കബളിപ്പിച്ചെന്നിരിക്കാം. മെന്റലിസ്റ്റ് കോഴ്സുകൾ അഭ്യസിക്കുന്നുണ്ട്,
അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് വായിച്ചെടുത്തിട്ട് അത് ഭഗവാന്റെ അരുളപ്പാടാണെന്നും ഭഗവാൻ തന്നതാണെന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ചെന്നിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ ശ്രദ്ധിക്കാനും ഇവർ മെന്റലിസത്തിൽ കൂടെയാണോ പറയുന്നതെന്ന് അറിയാനും വേണ്ടിയിട്ട് ഗുരു ഒരു വഴി പറഞ്ഞു തരാം. നിങ്ങളൊരു അത്തരത്തിലൊരു പ്രവാചകന്റെയോ ജ്യോതിഷിയുടെയോ അടുത്ത് പോയി ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ മാതാവിന്റെയോ പിതാവിന്റെയോ ഭാഗത്തുനിന്ന് ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ മാതാവിന്റെ പിതാവിന്റെയും പേര് നിങ്ങൾ ഓർക്കുന്നതിന് പകരം മറ്റേതെങ്കിലും ഒരു പേര് ഓർക്കുക. ഏതെങ്കിലും സിനിമാ നടന്മാരുടെ പേര് ഓർക്കൂ. അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുമല്ലോ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേര് നിങ്ങൾ ഓർക്കുക. ഈ വ്യക്തി അതാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം അത് മെന്റലിസത്തിൽ കൂടി വന്ന ഒരു പറച്ചിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മാതൃദോഷവും പിതൃദോഷവും ഇല്ല. നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഒക്കെയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മരിച്ചവരുടെ ആത്മാവിന്റെ ഊർജം ഭൂമണ്ഡലം വിട്ട് വായുവിന്റെ മണ്ഡലവും വിട്ട് ഒരു പ്രദേശമുണ്ട്, അവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി നമുക്ക് കുറെ പഠിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് അവർക്ക് യാതൊന്നും ഇവിടേക്ക് ചെയ്യുവാൻ കഴിയില്ല. യാതൊന്നും ഇവിടെ നമ്മുടെ മനുഷ്യരിലേക്ക് ചെയ്യുവാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, എന്താണ് പിതൃദോഷം, എന്താണ് മാതൃദോഷം എന്ന് പറയുന്നത്. നിങ്ങളെ അത്രയധികം സ്നേഹിച്ച് നിങ്ങളെ വളർത്തി നിങ്ങളെ വലുതാക്കി നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ നല്ല രീതിയിൽ വരണമെന്ന് കഴിയുന്ന മാതാവും പിതാവോ അല്ലെങ്കിൽ അവരുടെ മാതാവോ പിതാവോ മരിച്ചുപോയാൽ അവർ ഒരു ദോഷമായിട്ട് നിങ്ങൾക്ക് എന്തിനാ പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരേണ്ട ഉത്തരവാദിത്വം അവരുടേതല്ലേ? ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ മരിച്ചൊരാത്മാവായി നിൽക്കുന്ന സമയത്ത് അവർക്ക് അത്തരം ശക്തിയുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ അവർ ചെയ്യേണ്ടത്? അവർ നിങ്ങളെ നശിപ്പിക്കുവാനും ദോഷമുണ്ടാക്കുവാനും നോക്കുമോ? അപ്പോൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യര് പറയുകയാണ്, ആ മാതാവിന്റെ ഗുണമുണ്ട് പിതാവിന്റെ ഗുണമുണ്ട്, അവർ സമൃദ്ധി തരുമെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് സമൃദ്ധി കിട്ടില്ല എന്നറിയാം. പിന്നെ സമൃദ്ധി കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഈ ജ്യോതിഷിയെ വിശ്വസിക്കാതെ വരും. പക്ഷെ ദോഷമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരിലും ചില ദോഷങ്ങളുണ്ട്. എല്ലാവർക്കും എപ്പോഴും നല്ലതല്ല. ദോഷങ്ങളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ അത്തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കും. ഇതാണ് ഗുരുവിടെ നിന്ന് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തെ കൊണ്ട് വിശ്വാസത്തിൽ ഇട്ടുകൊടുക്കരുത്. അത് അടിമത്തത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും പോകും. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഒരു വിശ്വാസത്തെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെതായ വിജയങ്ങൾ എന്നും ഉണ്ടായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹവും കാവലും ഉണ്ടായിരിക്കും. ജപിക്കുന്ന മന്ത്രത്തിന്റെ ഊർജ ശക്തിയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് വ്യാജന്മാരിൽ നിന്നൊക്കെ നിങ്ങൾ അകന്നിരിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനാണ് ഗുരു ഇത് പറഞ്ഞത്. ഇത്തരത്തിലൊരാൾ സത്യസന്ധനായി തന്നെയാണോ പറയുന്നതെന്ന് അറിയുവാനായിട്ട് അത് മനസ്സിലാക്കാം. കാരണം ഒരു മാതൃദോഷം പിതൃദോഷം എന്ന് പറയുമ്പോൾ മാതാവിന്റെ ഏത് പിതാവിൽ നിന്ന് ഏത് പിതാവിന്റെ ഏത് മാതാവിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് പറയണമല്ലോ. അപ്പൊ അതൊന്നും പറയാത്ത ഒരാൾക്ക് ആ ഒരു ദോഷത്തെ പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലൊന്നും ഇല്ല. അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നത് കൊണ്ടാണ് ഗുരു ഇത്തരത്തിലൊരു പ്രഭാഷണം ചെയ്തത്. നിങ്ങൾ ജീവിക്കുക, നിങ്ങൾക്ക് ദോഷമല്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കുക, അന്യർക്ക് ദോഷമല്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കുക, പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കുക, ഭഗവാനും അമ്മയ്ക്കും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ സംരക്ഷണം, അത് തന്നെ നിങ്ങളുടെ വിശ്വാസം, ആ സംരക്ഷണം വിശ്വാസമായി തന്നെ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര.